അമേരിക്ക യുദ്ധം ചെയ്യുന്ന അവരുടെ പല സാമ്പത്തിക താല്പര്യങ്ങളോ അല്ലെ രാഷ്ട്രീയ താല്പര്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ആയിരിക്കാം. പക്ഷേ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടേത് റെസിസ്റ്റൻസ് ആണ്. 48 അവേഴ്സിനകം ഹോർമുസ് തുറന്നിട്ടില്ലെങ്കിൽ സകല പവർ പ്ലാന്റുകളും ഞാൻ അടിച്ച് പൊട്ടിക്കും. ഒബ്ലിട്രേറ്റ് ആണ് ഈ വാക്ക്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം എത്ര തവണ ട്രംപ് ഉപയോഗിച്ചെന്നറിയാം? ഒബ്ലിട്രേറ്റ്. എന്തിനൊക്കെയാണ് പുള്ളി ഒബ്ലിട്രേറ്റ് ചെയ്തത്? നാവൽ, ദ എൻറ്റയർ നാവി സങ്ക് എന്ന് പറഞ്ഞു. ഏത്? ഇറാൻ്റെ നാവി മുഴുവൻ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇറാൻ ഹോർമുസ് ആരാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത്? ഇറാൻ തന്നെയാണ്. അവിടുത്തെ മിസൈൽ സ്റ്റോക്ക് പൈൽസ് ഒബ്ലിട്രേറ്റഡ്. കഴിഞ്ഞ വർഷം 12 ഡേ വാർ ജൂണിൽ പറഞ്ഞതാണ് എന്ത്? ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി അത് മുഴുവൻ ഒബ്ലിട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? യുറേനിയം ആയുധം ഉണ്ടാക്കുന്നതിന് അടുത്തെത്തി എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു ദിവസം 3-4 തവണ ഇറാൻ്റെ സകലതും ഒബ്ലിട്രേറ്റ് ചെയ്തെന്ന് പറയുന്ന ആൾ തന്നെയാണ് പിന്നെയും അൾട്ടിമേറ്റം കൊടുത്തുകൊണ്ടിരിക്കുക. ആ അൾട്ടിമേറ്റം ഇപ്പോൾ അൾട്ടിമേറ്റം ഇല്ല. 5 ദിവസത്തേക്ക് കൂൾ പീരീഡാണ്. 5 ദിവസത്തേക്കുള്ള കൂൾ പീരീഡ് പുള്ളി നേരിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള അൾട്ടിമേറ്റംസ് ഇങ്ങനെ എന്തുകൊണ്ടാണ് പുറപ്പെടുവിക്കുന്നത് വെച്ചാൽ, ഇത് ഹമാസിൻ്റെ കാര്യത്തിൽ എത്ര അൾട്ടിമേറ്റം പ്രഖ്യാപിച്ചു ഓർമ്മയുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്ക് മുഴുവൻ ബന്ദികളെ വിട്ടേക്കണം, അല്ല ഞാൻ ദ ഹെൽ വിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഗസയിൽ വല്ലതും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് വളരെ പ്രധാനമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക യുദ്ധം ചെയ്യുന്ന അവരുടെ പല സാമ്പത്തിക താല്പര്യങ്ങളോ അല്ലെ രാഷ്ട്രീയ താല്പര്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ആയിരിക്കാം. പക്ഷേ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടേത് റെസിസ്റ്റൻസ് ആണ്, ജെന്യുവിൻ റെസിസ്റ്റൻസ് ആണ്. അവരുടെ ആത്മാഭിമാനമാണ് അതിൽ ഏറ്റവും പ്രധാനം. അവരുടെ ആത്മാഭിമാനം, അവരുടെ സോവറനിറ്റി, അവരുടെ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന വളരെ റൂട്ടഡായിട്ടുള്ള ഒരു റെസിസ്റ്റൻസാണ്. അതിനകത്ത് കുറേ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു, കുറേ കെട്ടിടങ്ങൾ നശിക്കുന്നു, ആളുകൾ മരിക്കുന്നു. ഇതൊന്നും അവരെ സംബന്ധിക്കുന്ന വിഷയമല്ല. അവരുടെ റെസിസ്റ്റൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഇതൊരു തരം സാമ്രാജ്യത്വ പദ്ധതിയാണ്, മനുഷ്യവിരുദ്ധ പദ്ധതിയാണ്, ലോകത്ത് കീഴടക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് ഞങ്ങൾ സമ്മതിച്ച് തരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫലസ്തീനികൾ നോക്കി 75 വർഷമായി ആ മനുഷ്യർ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ്. അവരോട് നിങ്ങൾക്ക് വേറെ ഈജിപ്തിലൊക്കെ എത്ര സ്ഥലമുണ്ടെന്നാണല്ലോ നെതന്യാഹു ചോദിക്കുന്നത്. സ്ഥലമുണ്ടെന്ന് വെച്ചാൽ സ്ഥലമുണ്ട്, പക്ഷേ ഫലസ്തീനിയൻ ഐഡൻറ്റിറ്റി, പലസ്റ്റൈൻ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പലസ്റ്റൈൻ നാഷണൽ പ്രൈഡ്, അവരുടെ വിശ്വാസം, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പരമാധികാരം തുടങ്ങിയ കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമല്ല. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഞാൻ സിനായിൽ റിവേറ പണിത് തരാം, അല്ലെങ്കിൽ നല്ല റിസോർട്ട് സിറ്റി പണിത് തരാം എന്ന് ഈ ട്രംപ് പറയുമ്പോൾ അവർ പുച്ഛിച്ച് തള്ളുകയാണ്.